ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നത്. അധികവും പൊടിയൊന്നും ഇടാതെ മൈദപ്പൊടി കുറച്ച്, കോൺഫ്ലവറും ഇട്ട്, മഞ്ഞൾപ്പൊടി, ഉപ്പ് പൊടി, മുളക് പൊടി കുറച്ചിട്ട്, എന്നിട്ട് ചിക്കൻ പൊടി കുറച്ചിടുക. ചിക്കൻ മസാല, കറിക്കിടുന്ന ചിക്കൻ മസാല പൊടി ഇടുക, കുറച്ച് ഇട്ട് കൊടുക്കുക, സ്മെല്ലിന് മാത്രം. ഫ്ലേവർ അന്നേരം ചിക്കൻ ഫ്ലേവർ കിട്ടും. അപ്പോൾ മന്തി മസാലയും കൂടി കുറച്ചിട്ട് കൊടുക്കാം ഫ്ലേവറിനാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉപ്പ് ഇട്ട് ആവശ്യത്തിനിട്ട് അതിന് ശേഷം മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് എണ്ണ ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം. ചൂടി മൈദപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിൽ നമുക്ക് കോരിയിടാം. ഇതുപോലെയാണ് എൻ്റെ കുട്ടികൾക്ക് ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വലിയ കോളിഫ്ലവറാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കോരിയെടുത്തു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് അത് ചിക്കൻ കറി രാവിലത്തേത് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം അതെല്ലാം പ്ലേറ്റിലേക്ക് ഇട്ട് എല്ലാവർക്കും ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു. അപ്പോൾ ഇതും കൂടി കോളിഫ്ലവർ ഫ്രൈയും ഇഡ്ഡലി ഇതാക്കിയതും കൂടി ഉണ്ടാകുമ്പോൾ വെറുങ്ങനെ ഇഡ്ഡലി തിന്നൂല, കഴിക്കൂല. അപ്പോൾ ഇതും കൂടി ഉണ്ടാകുമ്പോൾ ഒന്നിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കോളിഫ്ലവർ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെല്ലാം ഉണ്ടാകുന്ന ഇഡ്ഡലിയും ഇതുമെല്ലാം കഴിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.